ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഓം. പഞ്ചകോശങ്ങളെക്കുറിച്ച് സംശയം ചോദിച്ചത് ഒന്ന് സൂചിപ്പിക്കണു. പഞ്ചകോശം എന്നുള്ളത് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് 5 കോശങ്ങൾ. അന്നമയം അത് ഈ ദേഹവുമായി ബന്ധപ്പെട്ട് സ്ഥൂല ശരീരത്തിൻ്റേതായിട്ടുള്ളൊരവസ്ഥയാണ്. അതിൽ പൃഥിവ്യപ് തേജോ വായു ആകാശ 5 ഉണ്ട്. അതിൽ മണ്ണ്, ജലം, ഭൂമി, ജലം ഇത് ഉണ്ടായത് കൊണ്ട് അതിന് ഒരു രൂപമുണ്ട്. എല്ലാവർക്കും അത് കാണാൻ സാധിക്കും. ആ ശരീരം കൊണ്ട് ചെയ്യുന്നതായുള്ള പ്രവൃത്തികളുടെ ഫലം നേരിട്ട് അനുഭവിക്കുമ്പോൾ അത് ഇന്നയാളാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ അങ്ങോട്ടും അത് സ്ഥൂല ശരീരത്തിൻ്റെ അവസ്ഥ. പിന്നെ സൂക്ഷ്മ ശരീരം എന്നത് പ്രാണമയ കോശം. അതിൽ ഈ തത്വങ്ങളിൽ സ്ഥൂല സത്വങ്ങൾ ഉണ്ടാവില്ല. സ്ഥൂല തത്വം ഇല്ലാത്തത് കൊണ്ട് അതിൽ മണ്ണും ഉണ്ടാവില്ല, ജലം ഉണ്ടാവില്ല, ഭൂമി, ജലം ഉണ്ടാവില്ല. അപ്പോൾ ആ ശരീരത്തിനൊരു രൂപമില്ലാത്തത് കൊണ്ട് അത് കാണാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണ് സ്ഥൂല ശരീരത്തിൽപ്പെട്ടതാ. ആ ഇന്ദ്രിയം അത് വേറെയാണ്. ഇന്ദ്രിയ തത്വം സ്ഥൂല രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തനം രണ്ടും കൂടിയിട്ട് നമുക്ക് അനുഭവേദ്യമാവുക. അപ്പോൾ കണ്ണുകൊണ്ട് മാംസചക്ഷുസ്സായിട്ടുള്ള കണ്ണിനെ കൊണ്ട്, സ്ഥൂല തത്വമായിട്ടുള്ള കണ്ണിനെ കൊണ്ട് ഈ പ്രാണമയ ശരീരത്തിനെ കാണാൻ സാധിക്കില്ല. അത് സൂക്ഷ്മ ശരീരമാണ്, അതിനെ കാണാൻ സാധിക്കില്ല. അതേപോലെ അധിക സൂക്ഷ്മമായിട്ടുള്ള അടുത്ത കോശമാണ് മനോമയ കോശം. അത് മരണശേഷം, ഇത് പ്രാണമയ കോശത്തിൽ അതിൻ്റെ സാന്നിധ്യം ഈ ശരീരത്തിൽ ഉണ്ട്. അതിനെ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൂക്ഷ്മ ശരീരമായിട്ട് അത് അതിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും കൂടിയാലേ ആ ദേഹവും ദേഹിയും കൂടിയിട്ട് പ്രവർത്തനക്ഷമമാവുള്ളൂ. ഇനി അത് എങ്ങനെ ഈ ഒരു ശരീരത്തിലേക്ക് ഈ ജീവൻ എത്തുന്നു? അത് മനോമയ കോശം ആണ്. മരണശേഷം അടുത്ത ശരീരം ഏതാണ് വേണ്ടത് എന്നുള്ളത് കാമബാക്കി, കർമ്മബാക്കി, പുണ്യപാപങ്ങളുടെ ബാക്കികൾ ഇതെല്ലാം കൂടിയിട്ടാണ് അതിൽ ചേരുക. അപ്പോൾ അത് ചേരുമ്പോൾ ഈ മനോമയ കോശം അത് ഏത് ശരീരത്തെയാണ് സ്വീകരിച്ചാൽ ഈ ബാക്കികൾ തീർക്കാൻ സാധിക്കുക എന്ന് ഭഗവാനാൽ നിശ്ചയിക്കപ്പെടും. ആ ശരീരത്തിലേക്ക് ഈ ജീവനെ അധിക സൂക്ഷ്മമായിട്ടുള്ള ഈ മനോമയ കോശത്തിനെ പ്രവേശിപ്പിക്കും. അപ്പോൾ ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് പിന്നീട് ഈ ജീവൻ ഇതിനെ അനുഭവിക്കുക. അതുകൊണ്ടാണ് സസ്യജാലമായിട്ടും പ്രാണിവർഗങ്ങളായിട്ടും തിര്യക് ജാതികളായിട്ടും അതേപോലെ മനുഷ്യനായിട്ടും ദേവനായിട്ടും വരാനുള്ള കാരണം. യോനി ഏത് വേണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് വെച്ചാൽ ഏത് ശരീരത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്ന് ജീവൻ ഈ കാമബാക്കി, കർമ്മബാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സിനോട് കൂടിയിട്ടാണ് വരിക. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, പക്ഷേ ഒരേപോലെ അല്ലല്ലോ. എല്ലാം വ്യത്യാസമുണ്ട്. ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളും പ്രവർത്തിക്കുന്നതും അവരുടെ അംബീഷനും എല്ലാം വ്യത്യാസം. ആഗ്രഹങ്ങൾ, എന്തിന് സ്വാദ് അടക്കം വ്യത്യാസം, രുചിഭേദം നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ പലതും. അതൊക്കെ കാരണം ഈ മനോമയ കോശമാണ്. അടുത്തത് വിജ്ഞാനമയ കോശം. അത് വിജ്ഞാനമയ കോശത്തിൻ്റെ ഏറ്റവും ഒടുക്കമാണ് ജ്ഞാനം ലഭിക്കുക എന്നത്. അത് സിദ്ധിയാണ്. ആ സിദ്ധിയാണ് ഭഗവാൻ നമുക്ക് നേരിട്ട് തരുക. അത് മുക്തിക്ക് അർഹത കിട്ടുകയാണ് ചെയ്യുക. ആ മുക്തിക്ക് അർഹത കിട്ടുന്നത് ശരീരത്തിനല്ല, അത് ജീവനാണ്. ജ്ഞാനം കിട്ടുന്നത് ശരീരത്തിനല്ല, ജീവനാണ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള, എനിക്ക് പുസ്തകം വായിച്ച് ഇത്ര അറിവുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് ആ അനുഭവം എനിക്കുണ്ട്. ഇപ്പോൾ നീന്തൽ പഠിക്കുന്നയാൾ നല്ലോണം നീന്തൽ വശാക്കി കൊടുക്കണു, നല്ലോണം നീന്തണു,
അതേപോലെ നീന്തൽ പഠിപ്പിക്കുന്നയാൾ അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ നീന്തൽ വെള്ളത്തിൽ ഇറങ്ങാതെ കണ്ട് നീന്തി കഴിഞ്ഞാൽ നല്ലോണം നീന്താൻ പഠിച്ചിട്ട് നല്ലോണം ഞാൻ നീന്താൻ എനിക്ക് പഠിച്ചിരിക്കണു എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടാൽ എന്താ ഉണ്ടാവുക? ആൾ മുങ്ങിത്താഴും. അത് ഈ പ്രാക്ടിക്കൽ പഠിപ്പും തിയറിറ്റിക്കൽ പഠിപ്പുമായിട്ട് രണ്ട് വ്യത്യാസമുണ്ട്. അവിടെ വിജ്ഞാനമയം ആയിട്ടുള്ള ഈ കോശം നന്നായി തന്നെ അത് പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നു, അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുന്നു, അതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലെയാണ് വിജ്ഞാനവും ജ്ഞാനവും കൂടിയാലെയാണ് സിദ്ധി എന്നത് കിട്ടുള്ളൂ. അതാണ് സിദ്ധി. നമ്മളിവിടെ സിദ്ധി എന്ന് പറയുന്നത് പല അഷ്ടൈശ്വര്യങ്ങൾ തൊട്ടുള്ള 23 സിദ്ധികളെ പറയാറുണ്ട്. ആ അഷ്ടൈശ്വര്യങ്ങൾ പലതും ഈ പ്രാക്ടിക്കലായിട്ട് അത് ദൈഹിക ജീവിതത്തിന് തന്നെ വെച്ചാൽ ദേഹത്തോടു കൂടിയുള്ള ഈ ജീവിതത്തിൽ തന്നെ പലതും ചെയ്യാൻ സാധിക്കും. അത് മെസ്മറിസം, അത് താൽക്കാലികം. അതല്ല, നമുക്കത് ഈ ജീവനെ മുക്തിപഥത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഈ മൂലാധാരം തൊട്ട് സഹസ്രാര പത്മവും കഴിഞ്ഞ് ബ്രഹ്മലോകവും കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് ഭഗവാങ്കലേക്ക് എത്തുവാനുള്ളതായിട്ടുള്ള ഒരു മാർഗത്തെ ഈ ജ്ഞാനമയമായിട്ടുള്ള കോശം തരും. ആ സിദ്ധിയിലൂടെ മാത്രമേ ഭഗവാങ്കലെത്താൻ സാധിക്കുള്ളൂ. അതിൻ്റെ പിൻബലം ആണ് ഭക്തി. അത് ആദ്യത്തെ അന്നമയ കോശത്തിൽ നിന്ന് തുടങ്ങി ഒപ്പം പ്രാണമയ കോശത്തിൽ വേണം, മനോമയ കോശത്തിൽ വേണം, ഈ വിജ്ഞാനമയ കോശത്തിൽ വേണം, ഈ ജ്ഞാനത്തിലൂടെ സിദ്ധിയിലേക്ക് എത്തുവാനായിട്ട്. അപ്പോഴാണ് സച്ചിദാനന്ദം എന്ന ആ പരമാനന്ദത്തെ കിട്ടുക. അതാണ് ജീവാത്മാ പരമാത്മാ ലയം. അത് ഭഗവാൻ നമുക്കെല്ലാവർക്കും തരുമാറാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് ശ്രീകൃഷ്ണൻ്റെ ഒരു സീരിയലിൽ എൻ്റെ ഒരു സൂചന അതിൽ തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ക്ലിപ്പും കൂടിയിട്ട് ഇടുന്നു. എല്ലാവരും അത് കേൾക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ.